+2 സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്ക് BSc നഴ്സിംഗ് കൂടാതെ ജോലി സാധ്യതയുള്ള കുറേ കോഴ്സുകളും അതിൻ്റെ സെലക്ഷനെക്കുറിച്ചും അതിനുള്ള ഡീറ്റെയിൽസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിൻ്റെ കോഴ്സുകൾ ഇതാണ്: BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രിക്സ്, BSc BSc DT, BSc RTT, BSc MIT, BPT, BASLP, Bachelor of Medical Imaging Technology, Bachelor of Radiotherapy. അപ്പോൾ ഇതിൻ്റെ ഓരോത്തിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാം. BSc MLT എന്ന് പറഞ്ഞാൽ ഇതൊരു ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ മെഡിക്കൽ ലാബ്, അതായത് ലബോറട്ടറി ടെക്നോളജിയാണ്. ഇത് 4 ഇയേഴ്സിൻ്റെ ഡിഗ്രി കോഴ്സാണ്. ഇത് കഴിഞ്ഞ് വളരെയധികം ജോലി സാധ്യതകളുണ്ട്. ലാബ് സ്വന്തമായിട്ട് ലാബ് ഇടാം, പിന്നെ ഹോസ്പിറ്റല്, ക്ലിനിക്ക്, ഇതിനോടെല്ലാം അനുബന്ധിച്ച് ജോലിക്കൊക്കെ ചെയ്യാം. അതിൻ്റെ തന്നെ പിന്നെ ഹയർ സ്റ്റഡിക്കും ഒക്കെ പോകാവുന്നതാണ് BSc MLT. അതും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. അടുത്തതാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി. BSc പെർഫ്യൂഷൻ ടെക്നോളജി മീൻസ് കാർഡിയാക് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് ഹാർട്ട് ആൻഡ് ലങ് മെഷീൻ, എക്മോ മെഷീൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ്. കാർഡിയാക് സർജിക് യൂണിറ്റിലും കാർഡിയാക് ICUലും ഇതിനോടൊക്കെ റിലേറ്റഡ് ആയിട്ടാണ് അവർക്ക് ജോലി വരുന്നത്. വളരെ കുറച്ച് ആൾക്കാർ മാത്രം പോകുന്ന ഒരു ഫീൽഡാണിത്. ഇതും നമുക്ക് ജോലി സാധ്യതയുള്ളതും വളരെ ഡിഗ്നിറ്റി ഉള്ളതുമായ ഒരു ജോലിയാണ്. അടുത്തതാണ് BSc ഒപ്റ്റോമെട്രി. ഒപ്റ്റോമെട്രി മീൻസ് ഐ റിലേറ്റഡ് ആണ്. 3 ഇയേഴ്സ് കോഴ്സാണ്. ഇത് ആക്ച്വലി നല്ലൊരു കോഴ്സാണ്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ജോലി സാധ്യതകളുള്ള എന്നതിനേക്കാളും നമുക്ക് പ്രൈവറ്റായിട്ട് ക്ലിനിക്ക് ഇട്ട് പ്രൈവറ്റായിട്ട് വർക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം ഹോസ്പിറ്റലുകൾ, ക്ലിനിക്കുകൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒപ്റ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള റിസർച്ചിനും ഒക്കെ ഉള്ള ഇതിനെക്കുറിച്ചുള്ള റിസർച്ച് സ്റ്റഡികളൊക്കെ നടത്തുന്ന അക്കാഡമികളൊക്കെ ഉണ്ട്. അവിടെയും ജോയിൻ ചെയ്യാം. പിന്നെ ടീച്ചിങ്ങിന് പോകാം. പിന്നെ ഇങ്ങനെയുള്ള കൊമേഴ്സ്യൽ സെക്ടറുകളിലും ഒക്കെ ജോലി സാധ്യത ഉള്ളൊരു കോഴ്സാണ് BSc ഒപ്റ്റോമെട്രി. അതും നല്ല ഒരു കോഴ്സ് തന്നെയാണ്. അടുത്തതാണ് BCVT. BCVT മീൻസ് ബാച്ചിലർ ഓഫ് കാർഡിയോ വാസ്കുലർ ടെക്നോളജി. ഇത് 3 വർഷത്തെ ഒരു കോഴ്സാണ്. ഇതിൻ്റെ അകത്ത് കാർഡിയോളജിസ്റ്റിനെ അസിസ്റ്റ് ചെയ്യുക, കാർഡിയാക് ആൻഡ് പെരിഫറൽ മീൻസ് അങ്ങനെയുള്ള ICUകളിലുണ്ട്, അങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. BSc DT കഴിഞ്ഞ് ഇതിൻ്റെ ഹയർ സ്റ്റഡിക്കും ഒക്കെ പോകാവുന്നതാണ്. അടുത്തതാണ് BSc DT. BSc DT മീൻസ് ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഹിമോഡയാലിസിസ് തെറാപ്പി ടെക്നോളജി. ഇത് 3 വർഷത്തെ കോഴ്സാണ്. ഇതാണ് ഹിമോഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ കോഴ്സ് നല്ലതാണ്. ഇതിൻ്റെ ഒരുപാട് ഹോസ്പിറ്റലുകളും ഓപ്ഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തതാണ് BSc RT. BSc RT റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, അതായത് 4 ഇയേഴ്സ് കോഴ്സാണ്. ഇത് ഹെൽത്ത് കെയർ സെറ്റിംഗ്, ഹോസ്പിറ്റലുകളൊക്കെ ജോലി ചെയ്യാം. എസ്പെഷ്യലി ലങ്സ് റിലേറ്റഡ്, അതായത് വെന്റിലേറ്ററിൻ്റെ ഫങ്ഷൻസ്, പിന്നെ സ്ലീപ്പ് ലാബുകളിൽ അങ്ങനെയുള്ളിടത്ത് ജോലി ചെയ്യാം. പൾമിനറി ഫങ്ഷൻ സ്റ്റഡിയൊക്കെ ഉള്ളിടത്ത് നമുക്ക് ജോലി ചെയ്യാം. പൾമിനോളജിസ്റ്റിനോടൊപ്പം ജോലി ചെയ്യാവുന്ന ഒരു കോഴ്സാണ്. ഇതും നല്ലൊരു കോഴ്സാണ്. ഇതും നഴ്സിങ്ങിനേക്കാളും ഒക്കെ നമുക്കൊരു ഡിഗ്നിറ്റി തരുന്ന കോഴ്സാണ്. പക്ഷേ ജോലി നമ്മൾ കുറച്ച് അന്വേഷിക്കണം. അതുമാത്രമല്ല ഔട്ട്സൈഡിലൊക്കെ ഇതിന് നല്ല സ്കോപ്പാണ്. മൾട്ടി സ്പെഷ്യാലിറ്റി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വേഗം ജോലി കിട്ടുന്ന ഒരു കോഴ്സാണ്. BSc MIT. BSc MIT മീൻസ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. അതാണ്. ഇതും 4 ഇയേഴ്സ് കോഴ്സാണ്. ഇതാണ് റേഡിയോളജി, എക്സ്റേ കാര്യങ്ങൾ, MRI, CT, അൾട്രാസൗണ്ട്, ന്യൂക്ലിയർ മെഡിസിൻ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാം. പിന്നെ ഹോസ്പിറ്റലുകൾ, ഇങ്ങനെയുള്ള സെൻറ്ററുകൾ, ക്ലിനിക്കുകളിലൊക്കെ ജോലി ചെയ്യാവുന്നതും ഇതും നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കോഴ്സ് തന്നെയാണ്. അടുത്തതാണ് BPT, അതായത് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. ഇത് 4 വർഷത്തെ കോഴ്സാണ്. ഇത് ഫിസിയോതെറാപ്പി നമുക്കറിയാം, നമുക്ക് സ്വന്തമായിട്ട് സ്ഥാപനം ഇടാമെയും BPT പഠിക്കുന്നവർക്ക് ഇടാൻ സാധിക്കും. പിന്നെ ഹോസ്പിറ്റലുകളോടനുബന്ധിച്ചുമൊക്കെ ഫിസിയോതെറാപ്പി യൂണിറ്റുകളുണ്ട്, അവിടെയും വർക്ക് ചെയ്യാവുന്നതാണ്. BASLP, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പതോളജി. ഇതൊക്കെ നല്ല കോഴ്സുകളാണ്. 3 വർഷത്തെ ഒരു കോഴ്സാണ്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ പഠിക്കുന്നതിനൊക്കെ കൂടുതൽ ഡിഗ്നിറ്റിയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു കോഴ്സാണ്. ഇതാണ് സ്പീച്ച് തെറാപ്പിസ്റ്റ്. എല്ലാ നല്ല ഹോസ്പിറ്റൽ ഇച്ചിരി എല്ലാ സാമാന്യം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും എസ്പെഷ്യലി പീഡിയാട്രിക് ഹോസ്പിറ്റലുകളിലും ഒക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ ആവശ്യമുണ്ട്. ഓഡിയോളജിസ്റ്റൊക്കെ നിയോനാറ്റൽ പീഡിയാട്രിക് റിലേറ്റഡ് ആണ്. ഇതിലൂടെ എല്ലാം ആവശ്യമുണ്ട്. ഇത് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഇടാനും ഈ കോഴ്സ് കഴിഞ്ഞ് സാധിക്കും. അതുകൊണ്ട് ഇതും പിന്നെ സ്കൂളുകൾ, റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും ഇതിനോടൊപ്പം ജോലി കിട്ടും. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അടുത്തത് ബാച്ചിലർ റേഡിയോ തെറാപ്പി. 4 ഇയേഴ്സ് കോഴ്സാണ്.
ഇത് റേഡിയോതെറാപ്പി മീൻസ് ക്യാൻസർ റിലേറ്റഡ് ആണ്. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസ്, ട്രീറ്റ്മെൻറ്റ്, അതിനോടനുബന്ധിച്ച് ക്യാൻസർ ഹോസ്പിറ്റലുകളിലും ക്യാൻസർ റിസർച്ച് സെൻറ്ററുകളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇവർക്ക് ഓപ്ഷൻസ്. ഇതൊക്കെയാണ് BSc നഴ്സിങ്ങിന് പുറമെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കുറേ ഓപ്ഷൻസ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഓപ്ഷൻസിലും കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഡേ ബൈ ഡേ നേഴ്സസിൻ്റെ അളവ്, നേഴ്സസ് വളരെയധികം പഠിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക, ഇങ്ങനെയുള്ള കോഴ്സുകളിലേക്കുള്ള ആളുകൾ വളരെ കുറഞ്ഞു വരികയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കോഴ്സുകളോട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്.